നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ. യേശുക്രിസ്തുവിന് വേണ്ടി നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ കൈ ശോഷിച്ചവനെ സാബത്ത് ദിനം സൗഖ്യപ്പെടുത്തുന്നു. കർത്താവ് അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നഷ്ടപ്പെടുത്തുന്നതോ ഏതാണ് ഉചിതം? ഒന്നാമതായി സാബത്തിൻ്റെ ഉദ്ദേശം. സാബത്തിൻ്റെ ഉദ്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. സാബത്തെ വിശ്രമിക്കുവാനും പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ദൈവ പദ്ധതിയാണ്. സാബത്ത് എന്നത് കർശനമായ നിയമത്തോടുകൂടി മനുഷ്യനെയും ദൈവത്തെയും പരിമിതപ്പെടുത്തുവാൻ ഉള്ളതല്ല. സാബത്ത് എന്നത് ഒരു വിശാലതയാണ്. ദൈവത്തിലേക്ക് മനുഷ്യന് സമ്പൂർണമായി കടന്നു വരുവാനുള്ള മാനുഷികമായ സർവ്വതിനെയും നിഷ്ക്രിയമാക്കിക്കൊണ്ട് ദൈവിക സമ്പൂർണതയെ മനുഷ്യനിൽ പൂർണ്ണമാക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും മഹനീയമായ ദിനം അഥവാ സംവിധാനമാണ് സാബത്ത്. രണ്ടാമത് യേശുനാഥൻ്റെ വിസമ്മതം. സാബത്ത് ദിവസം ആരെയും സൗഖ്യപ്പെടുത്തുവാൻ പാടില്ല എന്ന യഹൂദ നിയമത്തിന് വിപരീതമായി കർത്താവ് പറയുന്നു, സാബത്ത് നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ദിവസമാണ്. സാബത്ത് എന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യനിൽ സംഭവിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനിൽ പൂർത്തീകരിക്കപ്പെടുവാൻ, മനുഷ്യനിലുള്ള തടസ്സവും ബന്ധന അവസ്ഥയും എടുത്തുമാറ്റപ്പെടുവാൻ വേണ്ടിയുള്ള ദിനമാണ്. അതുകൊണ്ട് തന്നെ കൈ ശോഷിച്ചവന് വേണ്ടി കർത്താവായ യേശുനാഥൻ യഹൂദ നിയമപ്രകാരം നിയമം ലംഘിക്കുന്നവനായി തീർന്നു. 3. ആത്മശോധന. നമ്മുടെ സ്വന്തം ദൈവ ബന്ധത്തെ, ദൈവ അനുഭവത്തെ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ദൈവ സ്നേഹത്തെ ധ്യാനിക്കുവാനും അവലോകനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. എത്രത്തോളമാണ് ഞാൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ദൈവ കൽപ്പനകൾ മറ്റുള്ളവർക്ക് ദൈവത്തെ നൽകുന്നതായി മാറുന്നുണ്ടോ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്ന് നാം ധ്യാനിച്ചാൽ മതിയാകും. 4. ഞാനെന്ന ഭാവത്തെയും അമിതമായ ആത്മീയതയിൽ ഊന്നിയുള്ള നമ്മുടെ നിയമത്തിന്മേൽ ഉള്ള കാഠിന്യത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് മാനുഷികത നാം ജീവിക്കേണ്ടതുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ്. ദൈവം നിയമത്തിൻ്റെ ദൈവമല്ല, സ്നേഹത്തിൻ്റെ ദൈവമാണ്. ദൈവം അധികാരത്തിൻ്റെയോ ഏകാധിപതിയോ ആയ വ്യക്തിയല്ല. ദൈവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കാഠിന്യതലങ്ങളെ ഞാൻ ഉപേക്ഷിക്കേണ്ടതുണ്ട്, സാബത്തെന്ന ദൈവിക മഹത്വത്തിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി, അഥവാ ഞാൻ ജീവിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. 5. ക്രിസ്തു ദൗത്യത്തിന് വേണ്ടിയുള്ള സമ്പൂർണത. ഞാൻ ജീവിക്കുന്ന വിശ്വാസം ക്രിസ്തു എന്നിൽ ആഗ്രഹിക്കുന്നതിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടിയുള്ളതാണോ എന്ന് നാം ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയമവും കൽപ്പനകളും സഭയും സഭയുടെ പഠനങ്ങളും നമ്മുടെ അപ്പോസ്തലിക പാരമ്പര്യങ്ങളും നമ്മുടെ ഞായറാഴ്ച ദിവസവും കൂദാശകളും കൽപ്പനകളുമൊക്കെ ക്രിസ്തു പദ്ധതിക്ക് വേണ്ടിയുള്ള നമ്മുടെ സമ്പൂർണതയായി മാറേണ്ടതുണ്ട്. അതിനാൽ നമ്മുടെ നിയമങ്ങളും നമ്മുടെ വിശ്വാസവും ആ സമ്പൂർണതയിലേക്ക് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവന് വേണ്ടിയുള്ള ആർദ്രതയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വലിയ അനുഭവങ്ങളായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. പ്രിയരെ, നമ്മുടെ സാപത്തനുഭവങ്ങളൊക്കെയും നമുക്ക് വേണ്ടിയാകാതെ മറ്റുള്ളവർക്ക് വേണ്ടിയാകുന്നിടത്താണ് ദൈവം നമുക്ക് വേണ്ടിയായി മാറുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ.
പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പോലും മറന്നെന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്താൽ തളർന്നിടുമ്പോൾ, അമ്മ പോലും മറന്നെന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്താൽ തളർന്നിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ,